കാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശാല സ്നേഹമുള്ളവരെ, ചില ബോധ്യങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയാണ്, ശരിയുടെ വഴികളിലൂടെ നയിക്കുകയാണ്. ഈ ലോകത്തിൽ സുവിശേഷത്തിന് അനുസൃതമായി ജീവിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹമാണ് ഈ ധ്യാനത്തിലൂടെ, ആരാധനയിലൂടെ ഈശോ നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. ഒരു ജ്ഞാനത്തിൻ്റെ പ്രഭ നമ്മുടെ മേൽ വർഷിക്കപ്പെടുവാൻ വേണ്ടി ആഗ്രഹിക്കാം. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഷാലോം ടെലിവിഷനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ട് ഈശോയെ ആരാധിക്കുന്ന, ദൈവവചനത്തിൻ്റെ പൊരുളുകൾ ഗ്രഹിക്കാൻ താല്പര്യത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും നമുക്ക് സമർപ്പിക്കാം. ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ധാരാളം പേർ മരണാസന്നരായി കഴിയുന്നു, രോഗികളായി കഴിയുന്നു, വേദനയിലായിരിക്കുന്നു, പ്രയാസങ്ങളിൽ കഴിയുന്നു, കർത്താവിനെ വിട്ട് അകന്ന് ജീവിക്കുന്നു, പാപത്തിൻ്റെ കെട്ടുകളിൽ കഴിയുന്നു. ഇത് നമ്മൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നത് വിജാതീയരായ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പലപ്പോഴും ഈ കാലഘട്ടത്തിൽ നമ്മളെ വേട്ടയാടുന്നൊരു ചിന്ത, വിജാതീയരുടെ, യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അറിയാത്തവരുടെ മനോഭാവം നമ്മളെ വേദനപ്പെടുത്തുന്നുണ്ടെങ്കിലും, നമ്മളെ സഹനങ്ങളിലേക്കൊക്കെ തള്ളിയിടുന്നുണ്ടെങ്കിലും, മരണകരമായ അപകടങ്ങളിലേക്കും ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥകളിലേക്കും പലായനം ചെയ്യേണ്ടി വരുന്ന അവസ്ഥകളിലേക്കുമൊക്കെ ചില വിജാതീയ സമൂഹങ്ങളൊക്കെ നമ്മളോട് ഇടപെടുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നിരിക്കലും ഈ വിജാതീയരോടുള്ള മനോഭാവം എന്തായിരിക്കണമെന്ന് സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. വിജാതീയരുടെ രക്ഷ കർത്താവിൻ്റെ ആഗ്രഹമാണ്. സകല ജനത്തിനും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നാണ് മാലാഖ ആട്ടിടയന്മാരോട് പറഞ്ഞത്. സകല ജനത്തിൻ്റെയും സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണിത്. അതുകൊണ്ട് ഈ സാർവത്രിക രക്ഷ ജനതകളുടെ അവകാശമാണ്. ഈ കാലഘട്ടത്തിൽ മറ്റു മതങ്ങളെ ഭീതിയോടെ, ഭയത്തോടെ നോക്കുവാനും അവരിൽ നിന്ന് ഒരു നിശ്ചിത അകലം സൂക്ഷിക്കുവാനും അവർ നമ്മുടെ ജീവിതത്തെ ആക്രമിക്കുമെന്നും നമ്മുടെ സകല പദ്ധതികളെയും തകിടം മറിക്കുമെന്നും നമ്മളുടെ വളർച്ചയ്ക്ക്, സുസ്ഥിതിക്ക്, സമാധാനത്തിന് ഭംഗം വരുത്തുമെന്നുമൊക്കെ കരുതി ഭയപ്പെട്ട് മാറുന്ന ഒരു കാലയളവാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ക്രിസ്തുവിൻ്റെ മനോഭാവം, നിലപാട് നാം അറിയണം. യേശു എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്? കാരണം അവനെ നമുക്ക് വിശ്വസിക്കാം. അവൻ ദൈവം മനുഷ്യനായവനാണ്. ഹീസ് ദ കംപ്ലീറ്റ് മാൻ, ഹീസ് ദ പെർഫെക്റ്റ് മാൻ. അവനിൽ പരം മറ്റൊരു സത്യമില്ല. അതുകൊണ്ട് യേശു എന്താണ് ചെയ്തത് എന്നറിയുന്നതാണ് നമ്മുടെ രക്ഷയ്ക്ക് അഭികാമ്യമായിട്ടുള്ളത്. അതാണ് നമ്മുടെ നന്മയ്ക്കും വിജയത്തിനും കാരണം. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം വിജാതീയരോട് അവൻ എങ്ങനെയാണ് ഇടപെട്ടത്? മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നൊരു സംഭവമുണ്ട്. യേശു താൻ വളർന്ന സ്ഥലമായ നസറത്തിൽ വന്ന് അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് തൻ്റെ ആദ്യത്തെ പ്രസംഗം, കന്നിപ്രസംഗം നടത്തുന്ന ഒരു രംഗമുണ്ട്. അവൻ വന്ന് സിനഗോഗിൽ പ്രവേശിച്ചു. ശുശ്രൂഷകൻ അവനെ വായിക്കാൻ പുസ്തകം ഏൽപ്പിച്ചു. പുസ്തകം തുറന്നപ്പോൾ അവൻ കണ്ടത് യെശയ്യായുടെ പുസ്തകം 61-ാം അധ്യായം 1-2 വാക്യങ്ങളാണ്. ഈ വാക്യങ്ങൾ നിസ്സാരമായൊരു കാര്യമല്ല. അത് യഹൂദരുടെ ഇടയിൽ മനഃപ്പാഠമാക്കിയൊരു വാക്യമാണ്. യഹൂദർ മനസ്സിൽ എന്നും കൊണ്ടു നടന്ന ഒരു സ്വപ്നമാണത്. മിശിഹായെക്കുറിച്ചുള്ള അവൻ്റെ സ്വപ്നമാണ്. മിശിഹ ആരാണ് എന്ന് ഓരോ യഹൂദനും, 12 വയസ്സ് പൂർത്തിയാക്കുന്ന എല്ലാ യഹൂദ കുഞ്ഞുങ്ങളും പഠിച്ച് മനസ്സിലാക്കുന്ന പാഠമാണ് യെശയ്യാ 61-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അതിലിങ്ങനെയാണ് 4 കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. 1, പീഡിതരെ, ദരിദ്രരെ, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനാണ് മിശിഹ വരുന്നത്. 1. 2, മിശിഹ തടവുകാർക്ക്, ബന്ധിതർക്ക് മോചനം നൽകാനാണ് വരുന്നത്. 3, അന്ധർക്ക് അവൻ കാഴ്ച നൽകും. അന്ധർ എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മുരടിച്ചു പോയവർക്ക്, ജീവിതം ഇരുളു വീണവർക്ക് അവൻ കാഴ്ച നൽകും. ഇതാണ് മിശിഹായുടെ 3-ാമത്തെ ദൗത്യം. 4-ാമത്തെ ദൗത്യം നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനം പ്രഘോഷിക്കും, പ്രഖ്യാപിക്കും.
എന്ന് പറഞ്ഞാൽ കാലങ്ങളായി യഹൂദരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിജാതിയർക്കെതിരെ യുദ്ധം ചെയ്യാൻ മിശിഹ വരും. എന്നാൽ വളരെ വിസ്മയകരമായി നാം ഇവിടെ കാണുന്നൊരു രംഗമുണ്ട്. യേശുക്രിസ്തുവിന് യെശയ്യായുടെ ഈ പുസ്തകം കൊടുത്തപ്പോൾ അവൻ ഈ 1-2 വാക്യങ്ങളിൽ 3 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. 4-ാമത്തെ ഈ കാര്യം, വിജാതീയരോട് യുദ്ധം ചെയ്യാനാണ് മിശിഹ വരുന്നത് എന്ന കാര്യം ഈശോ സ്കിപ്പ് ചെയ്തു. ഈശോ അത് വായിച്ചില്ല. ദേവാലയത്തിലുള്ളവരെല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. എന്താണ് കാര്യം? നീ അതെന്താ വായിക്കാഞ്ഞത്? നീ എന്തുകൊണ്ടത് വായിച്ചില്ല? ഉടനെ ഈശോ മറുപടിയായിട്ട് അവരോട് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ നാട്ടിൽ ഏലിയ എന്നൊരു പ്രവാചകൻ ഉണ്ടായിരുന്നല്ലോ. അവർ പറഞ്ഞുണ്ട്. ഈ ഏലിയ ക്ഷാമം വന്നൊരു കാലത്ത് ദൈവം ഏലിയായെ അയച്ചത് സറെഫത്തായിലെ ഒരു വിധവയുടെ അടുത്തേക്കല്ലേ. സറഫ്ത എന്ന് പറയുന്നത് ഒരു വിജാതീയ നാടാണ്. ഇസ്രായേലിൽ അനേക വിധവകൾ ഉണ്ടായിരുന്നിട്ടും ദൈവം എന്തുകൊണ്ടാണ് വിജാതീയരുടെ നാട്ടിലേക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രവാചകനെ അയച്ചത്? ദൈവത്തിന് വിജാതീയരെ വേണമെന്നുള്ളത് കൊണ്ടല്ലേ. ആ വിജാതീയർക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യണോ? വീണ്ടും ഈശോ ഏലിഷ എന്നൊരു പ്രവാചകൻ്റെ സംഭവം പറയുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ. നിങ്ങളുടെ നാട്ടിൽ ഏലിഷ എന്നൊരു പ്രവാചകനില്ലായിരുന്നോ, ഏലിയായുടെ ശിഷ്യൻ? അവർ പറഞ്ഞുണ്ട്. ഈ ഏലിയ പ്രവാചകൻ അയക്കപ്പെട്ടത് സിറിയയിലെ നാമാൻ എന്ന് പറയുന്ന കുഷ്ഠരോഗിയുടെ അടുത്തേക്കല്ലേ. സിറിയ വിജാതീയ നാടല്ലേ. ഇസ്രായേലിൽ അനേക കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രവാചകൻ വിജാതീയനായ നാമാനെ സുഖപ്പെടുത്തിയത്? ദൈവം വിജാതീയനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ. അങ്ങനെയുള്ള വിജാതീയനോട് ഞാൻ യുദ്ധം ചെയ്യണോ? പ്രിയപ്പെട്ടവരെ, ആ ഗ്രാമത്തിലുണ്ടായിരുന്ന, സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും കല്ലുകളെടുത്തു യേശുവിനെ എറിയാൻ വേണ്ടി. യേശു അവരുടെ ഇടയിലൂടെ രക്ഷപ്പെട്ടു. സ്നേഹമുള്ളവരെ, യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം എന്തായിരുന്നു എന്നറിയാമോ? വിജാതീയരുടെ പക്ഷം ചേർന്ന് വിജാതീയരെ സദ്വാർത്ത അറിയിക്കുക. അവരിൽ നിന്ന് മാറി നടക്കുകയല്ല, അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ല, മറിച്ച് വിജാതീയരുമായി എൻകൗണ്ടറിങ്ങിന്, കണ്ടുമുട്ടലിന് അവസരങ്ങൾ സൃഷ്ടിക്കുക. ഇതാണ് സഭയുടെ നിലപാട്. യേശു വന്നത് പ്രതികാരം ചെയ്യാനല്ല, ഈ കാലഘട്ടത്തിൽ വിജാതീയരെ പരിചരിക്കാനാണ് എന്ന് വളരെ വ്യക്തമായ സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും വിജാതീയരിൽ നിന്ന് വഴിമാറി അവർക്കെതിരെ യുദ്ധം ചെയ്യുന്ന സംഘടനകൾ പോലും, ക്രിസ്തീയ മൗലിക ചിന്തകൾ വെച്ച് പുലർത്തുന്ന പല സംഘടനകൾ പോലും നമുക്കുണ്ട്. ഇത് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വിരുദ്ധമാണ് എന്ന് സങ്കടകരമായി പറയാതിരിക്കുക വയ്യ. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ എന്നുണ്ടെങ്കിൽ നമുക്ക് കവചം സൃഷ്ടിക്കുവാനും നമുക്ക് സുരക്ഷിതത്വം ഒരുക്കുവാനും നമ്മെ രക്ഷിക്കുവാനുമുള്ള വഴികളാണ്. അത് വേണം. നമ്മുടെ തനിമ നിലനിർത്തണം. നമ്മളുടെ നാട്ടിൽ നമ്മളുടെ ക്രിസ്തീയ സാന്നിധ്യം നിലനിൽക്കുക തന്നെ വേണം. നമ്മുടെ വംശം അറ്റുപോകാൻ പാടില്ല. പക്ഷേ നമ്മുടെ മനോഭാവത്തിൽ വിജാതീയർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന നിലപാടുകളുണ്ടെങ്കിൽ അത് നമുക്ക് ക്രിസ്തീയമല്ല, സുവിശേഷത്തിന് അനുസൃതവുമല്ല. അതുകൊണ്ട് ഈശോ ജീവിച്ച വഴികളിലൂടെ നടക്കുന്നതാണ് നമ്മുടെ ആത്മരക്ഷയ്ക്ക് ഏറ്റവും ഉപകാരപ്രദം. കാരണം ഒരുപാട് വിജാതീയർ സിയോൻ്റെ തെരുവുകളിൽ തളർന്നു കിടക്കുന്നുണ്ട്. ഒരുപാട് മക്കൾ ജീവിതത്തിൽ ദൈവത്തെ അറിയാതെ നടക്കുന്നുണ്ട്. അവർക്ക് ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ, ക്രിസ്തീയ നിലപാടുകൾ വെളിപ്പെടുത്തി കൊടുക്കുവാൻ, വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ നൽകുവാൻ അവസരങ്ങൾ നാം സൃഷ്ടിക്കണം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അവൻ നസറത്ത് വിട്ട് സെബുലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കവർനാമിൽ ചെന്ന് പാർത്തു. ഇത് യേശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്തത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാൻ്റെ മറുകരയിൽ സെബുലൂൺ നഫ്താലി പ്രദേശങ്ങൾ, വിജാതീയരുടെ ഗലീലി. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. പ്രിയപ്പെട്ടവരെ, മത്തായി ശ്ലീഹ പറയുന്നത് അവൻ നസറത്ത് വിട്ടു. നസറത്ത് എന്ന് പറയുന്നത് യഹൂദരുടെ കോളനിയാണ്. യേശു നസറത്ത് വിട്ടു. ആ വാക്ക് പ്രധാനമാണ്, വിട്ടു.
എന്നിട്ട് അവൻ പോയി താമസിച്ചത് വിജാതീയരുടെ ഗലീലയിലാണ്, സെബുലൂൺ നഫ്താലി പ്രദേശത്താണ്. അന്ധകാരത്തിലിരുന്ന ജനതകളുടെ ഇടയിൽ അവൻ ചെന്നു, കാരണം അവർക്കും ഈ പ്രകാശം കാണണം. ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. യേശു പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ നസ്രത്ത് വിട്ട് ഈ വിജാതീയരുടെ ഇടയിൽ പോയി പാർത്തത് വിജാതീയരിൽ നിന്ന് ഒളിച്ചോടുന്ന നമ്മുടെ പ്രവണതകളെ നമ്മൾക്ക് വീണ്ടും വിചാരത്തോടെ തിരുത്തുവാൻ വേണ്ടിയിട്ടാണ്. അവരെ പരാജയപ്പെടുത്താനോ അവരോട് പ്രതികാരം ചെയ്യാനോ അല്ല, മറിച്ച് പ്രകാശം പകരുവാനുള്ള വിളിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഈ ആരാധനയിൽ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ, അന്ധകാരത്തിലിരുന്ന ജനതകൾക്ക് പ്രകാശം കൊടുക്കുക, അതാണ് എൻ്റെ വിളി. അതിനാൽ ഭയപ്പെട്ട് മാറി നിൽക്കുകയല്ല. ഒരു രക്തസാക്ഷിയാകേണ്ടി വന്നാൽ തന്നെയും എൻ്റെ കർത്താവിൻ്റെ മിനിസ്ട്രി ഞാൻ പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. ഇതാണ് വിജാതീയരുടെ ഇടയിലെ സഭയുടെ മിനിസ്ട്രി. ലോകത്തെ പരിചരിക്കുക. രണ്ടാം വത്തിക്കാൻ സുനഹദോസിൻ്റെ പ്രമാണരേഖയിൽ വ്യക്തമായത് പഠിപ്പിക്കുന്നുണ്ട്. ലോകത്തെ പരിചരിക്കുക എന്നതാണ് സഭയുടെ പ്രധാന കടമകളിൽ ഒന്ന്. പോൾ ആറാമൻ മാർപ്പാപ്പ ജനതകളുടെ പുരോഗതി എന്ന ചാക്രിക ലേഖനത്തിൽ മൂന്നാം ലോകത്തിൻ്റെ തീവ്രമായ പ്രശ്നങ്ങളിലേക്ക് സഭ ഇറങ്ങിച്ചെല്ലാൻ മടിക്കരുത് എന്ന് ഉദ്ബോധിപ്പിച്ചു. മൂന്നാം ലോകത്തിൻ്റെ തീവ്രമായ പ്രശ്നങ്ങളിലേക്ക് സഭ ഇറങ്ങിച്ചെല്ലാൻ മടിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭ ഏറെ വിമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം പരിചരണം നഷ്ടപ്പെട്ട വിജാതീയരുടെ, ജനതകളുടെ നിരാശയിൽ നിന്നുടലെടുക്കുന്ന മുറുമുറുപ്പുകൾ കൊണ്ടാണ്. പരിചരണം നഷ്ടപ്പെട്ട ജനതകളുടെ നിരാശയിൽ നിന്ന് ഉരുത്തിരിയുന്ന മുറുമുറുപ്പുകളാണ് സഭയ്ക്കെതിരെയുള്ള വിമർശനം. അതുകൊണ്ട് സഭ ഒഴിഞ്ഞു മാറരുത്. യേശു അരുളി ചെയ്തതുപോലെ, ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്, ജോലി ചെയ്യുന്നവനെ പോലെയാണ്. പരിചരിക്കാനുള്ള വിളിയാണ് ക്രിസ്തീയ വിളി. അതുകൊണ്ട് ഭയപ്പെട്ട് മാറരുത്. വിജാതീയരുടെ ഇടയിൽ ധൈര്യപൂർവ്വം ഇറങ്ങിച്ചെല്ലുകയും അവരെ പരിചരിക്കുകയും അവസരങ്ങളിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളാകുകയും പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിൻ്റെ രക്ഷ അവൻ അവകാശപ്പെട്ടതാണെന്നുള്ള ദൈവവിളി തിരിച്ചറിയുകയും ചെയ്യണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഈ ആരാധനയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിചരണത്തിൻ്റെ മുഖം നഷ്ടപ്പെടാത്ത ഒരു സഭ സ്വർഗത്തിൻ്റെ സ്വപ്നമാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കരങ്ങൾ കൂപ്പാം. കർത്താവേ, വിജാതീയരെക്കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ പദ്ധതി എനിക്ക് പറഞ്ഞു തരണം. അനേകർ തകർന്നു പോവുകയാണ്, ക്രിസ്തുവിനെ അറിയാതെ പാപത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുകയാണ്, തളർന്നു വീഴുകയാണ്. കർത്താവേ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ കണ്ണുകൾ തുറന്നു തരണമേ. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. കർത്താവേ, യെരൂശലേമിൻ്റെ മതിലുകൾ പാപത്തിൻ്റെ നിരന്തരമായ പ്രഹരമേറ്റ്, വിനാശകൻ്റെ പ്രഹരമേറ്റ് വീണുകിടക്കുന്നു. കർത്താവെ, അവരെ നേടിയെടുക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരുടെ ഇടയിൽ ക്രിസ്തു സാന്നിധ്യമാകാൻ, പ്രകാശം പരത്താൻ, അവരുടെ ആത്മാക്കളെ നേടാൻ കൃപ തരണമേ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനങ്ങനെ ഉറങ്ങും. സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മായങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനങ്ങനെ ഉറങ്ങും. യെരൂശലേമിൻ മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനങ്ങനെ ഉറങ്ങും. സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മായങ്ങുമ്പോൾ കണ്ണീരോ
കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? ആത്മാക്കളെ തരണമേ. ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. 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 കർത്താവായ ദൈവമേ, നിനവയിലേക്ക് അവിടുന്ന് യോനാ പ്രവാചകനെ അയച്ചുകൊണ്ട് പറഞ്ഞു, നിനവേ എട്ടും പൊട്ടും തിരിയാത്ത ജനതയാണ്, അവർ രക്ഷിക്കപ്പെടണം, വീണ്ടെടുക്കപ്പെടണം. നീ പോയി നിനവയിൽ ദൈവവചനം കൊടുക്കണം. യോന അതിൽ നിന്ന് വഴിമാറിപ്പോയി. എന്നാൽ ദൈവമാകട്ടെ യോനായെ നിനവയിലെത്തിച്ചു. യോന കോപിച്ചപ്പോൾ ദൈവം പറഞ്ഞു, എട്ടും പൊട്ടും തിരിയാത്ത ഈ ജനതയോട് എനിക്ക് അനുകമ്പ തോന്നണ്ടായോ? അവർ ദൈവത്തെ അറിയുന്നില്ല, അവരുടെ ആത്മാക്കൾ അപകട നിലയിലാണ്, അവരെ വീണ്ടെടുക്കേണ്ടത് ആവശ്യമല്ലയോ? പ്രിയപ്പെട്ടവരെ, അനേക ആത്മാക്കൾ ദൈവത്തെ അറിയാതെ, സത്യമറിയാതെ ജീവിച്ച് ജീർണിച്ചു പോകുന്ന ഈ കാലയളവിൽ ആത്മാക്കളെ നേടിയെടുക്കാൻ ഒരു കൃപ, വിജാതിയരുടെ ഇടയിൽ സുവിശേഷത്തിൻ്റെ പൊരുളുകൾ അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അർപ്പിക്കാൻ, നൽകാൻ, അത് പറഞ്ഞു കൊടുക്കാനുള്ള കൃപ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈശോയെ, കർത്താവെ, ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയുടെ ബോധം, ആത്മഭാരം, ആത്മബോധം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകസുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം. ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. 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 യെശയ്യായുടെ പുസ്തകം 64 അധ്യായം 1 തിരുവചനത്തിൽ പ്രവാചകൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ആകാശം പിളർന്ന് ഇറങ്ങണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കൊരു പുതിയ ഹൃദയാകാശം നൽകണമേ. ഞങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് ജീവിക്കാതെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അങ്ങയുടെ പരിശുദ്ധമായ അഗ്നി ഒരിക്കൽ കൂടി അയക്കണമേ. കതിരും പതിരും തിരിച്ചറിയുവാൻ അങ്ങയുടെ അഗ്നിയെ അയക്കണമേ. ഈ ലോകത്തിൻ്റെ വഴിത്താരകളിൽ വീണുപോകുന്നവർക്ക് വേണ്ടി കരങ്ങളുയർത്തുന്ന വലിയ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുകളെ അങ്ങ് ഒരുക്കണമേ. അനേകർക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, പരിത്യാഗത്തോടെ പ്രാർത്ഥിക്കാൻ, കർത്താവെ, ത്യാഗോജ്ജലമായി പ്രാർത്ഥിക്കാൻ കർത്താവെ ഞങ്ങളുടെ മേൽ അവിടുത്തെ കരുണ ചൊരിയണമേ. ഇരു കരങ്ങളും ഉയർത്തി കർത്താവിൻ്റെ ആത്മാവിൻ്റെ വലിയൊരു അനോയിന്റിങ്ങിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭയിലൂടെ അനേക പ്രേക്ഷിത ശുശ്രൂഷകൾ ഒരുക്കപ്പെടട്ടെ. അനേകം മിഷൻ പ്രദേശങ്ങളിൽ, കർത്താവിനെ അറിയാത്ത ഇടങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശക്തമായ ആത്മാവ് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. കരങ്ങളടിച്ച് പാടി ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഫലം തരാത്ത അത്തിവൃക്ഷം പോലായിത്തീരാതെ കർത്താവെ, ഫലം തരുന്ന ഒരു വൃക്ഷമായി, മുന്തിരിയായി മാറുവാൻ കൃപ തരണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം.
ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ എൻ ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ഞാൻ ഉണർന്നാൽ എൻ ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. പാടാം. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ എൻ ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ഞാൻ ഉണർന്നാൽ എൻ ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.